ഏവർക്കും മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. 2023 പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷന് ലാബ് 18 ഫങ്ഷൻസിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ലാബ് 18 ഫങ്ഷൻസിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ വീഡിയോസ് കണ്ട് ഈ ലാബിലെ എല്ലാ ആക്ടിവിറ്റീസും മനസ്സിലാക്കുക. അതിനുശേഷം പ്രീവിയസ് പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ പബ്ലിക് എക്സാമിനേഷന് ഈ ലാബിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ 2023 ലാബ് 18 ഫങ്ഷൻസിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി +1 +2 സിലബസിനെ ബേസ് ചെയ്ത് 16 ലാബിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ച ലാബുകൾ കൃത്യമായി മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ പ്രീവിയസ് എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആ വീഡിയോ ക്ലാസ് കണ്ട് ഓരോ ലാബിൽ നിന്നും എങ്ങനെയാണ് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ആൻസർ ഷീറ്റിൽ ആൻസർ രേഖപ്പെടുത്തുന്നത്, എങ്ങനെയാണ് വൈവ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുക. സോ ലാബ് 18 ആൻസർ സ്ക്രിപ്റ്റിൽ എങ്ങനെ രേഖപ്പെടുത്താം, ഈ ലാബിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വൈവ ക്വസ്റ്റ്യൻസ് എന്നിവ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സോ 2023 ഈ ലാബിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് അഗൈൻ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ലാബിൽ നിന്ന് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആൻഡ് സേ വെദർ ഇറ്റ് ഈസ് 1:1 ഓർ ഓൺ 2. റൈറ്റ് ദ റീസൺ. 3 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് ടിക്കിട്ടിട്ടുണ്ടായിരിക്കും. ആ ടിക്കിട്ടത് മാത്രം ആൻസർ ചെയ്യുക. ആദ്യത്തെ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. ഈ ഫംഗ്ഷൻ 1:1 ആണോ ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് 1:1 ഓൺ 2 ചെക്ക് ചെയ്യുന്നതെന്ന് വിശദമായി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് യൂസ് ചെയ്ത് 1:1 ആണോ അല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അതിനുവേണ്ടി ആദ്യം ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കണം. അതിനുവേണ്ടി ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് ബാറിൽ അല്ലെ ഇവിടെ താഴെ എന്ത് ചെയ്യണം, ആ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്താണ് ഫംഗ്ഷൻ? 2x² 2x ഷിഫ്റ്റ് ക്യാപ്പ് 2 മൈനസ് 3x പ്ലസ് 4 മൈനസ് 3x പ്ലസ് 4 ദെൻ എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫംഗ്ഷൻ കാണുവാൻ സാധിക്കും. ഈ ഫംഗ്ഷൻ 1:1 ആണോ? ഒരു ഹൊറിസോണ്ടൽ ലൈൻ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുക. ഈ ഹൊറിസോണ്ടൽ ലൈൻ ഈ കർവിനെ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ കട്ട് ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ ഇവിടെയും കട്ട് ചെയ്യുന്നു, ഇവിടെയും കട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല, 1:1 അല്ല. ദ ഫംഗ്ഷൻ ഈസ് നോട്ട് 1:1. റീസൺ നിങ്ങൾക്ക് പല രീതിയിൽ എഴുതാം. ഒരുപാട് സാധ്യതകളുണ്ട്. ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്യുക. സോ ആൻസർ ഷീറ്റിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്? ക്വസ്റ്റ്യൻ നമ്പർ 10 ലാബ് 18 ഫങ്ഷൻസ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ പാർട്ട് നോട്ട് 1:1. എന്താണ് റീസൺ? 4 ഹാസ് 2 പ്രീ ഇമേജസ് എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. 4 എന്ന് പറയുന്ന നമ്പറിന് 2 പ്രീ ഇമേജസ് ഉണ്ട്. 4 എന്ന് പറയുന്ന നമ്പറിന് 2 പ്രീ ഇമേജസ് ഉണ്ട്. ശരിയാണോ നോക്കിയൊക്കെ. 4 എന്ന നമ്പർ ഇവിടെയും കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയും കട്ട് ചെയ്യുന്നുണ്ട്. സോ 2 പ്രീ ഇമേജസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല, 1:1 അല്ല അല്ലെ. x=0 വരുമ്പോൾ ആൻസർ 4 ആണ് കേട്ടോ. x=0 വരുമ്പോൾ ഫംഗ്ഷൻ 4. അടുത്ത് വീണ്ടും ഇവിടെ കിട്ടണമെങ്കിൽ പോയിന്റ് 1 പോയിന്റ് സംതിങ് ആയിരിക്കും. അതും ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ 4 കിട്ടും. സോ ഫംഗ്ഷൻ നോട്ട് 1:1. അല്ലെങ്കിൽ the horizontal line meets the curve more than at 1 point, therefore the function is not 1:1. റീസൺസ് എങ്ങനെ വേണം എഴുതാം. എങ്ങനെ എഴുതിയാലും കൃത്യമായി എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക് കിട്ടിയിരിക്കും. യാതൊരു സംശയവുമില്ല. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1:1 അല്ല എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ആ ഫംഗ്ഷൻ ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്താണ്? ഫംഗ്ഷന്റെ കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആണോ? ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്താണ്? കോഡൊമൈൻ എന്താണ്? ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എവിടെ നിന്ന് എവിടേക്കാണ്? റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക്. അപ്പോൾ ഈ ഫംഗ്ഷന്റെ കോഡൊമൈൻ എന്ന് പറയുന്ന ക്യാപിറ്റൽ R. ഈ രണ്ടാമത്തെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡൊമൈൻ. ആദ്യത്തെ സെറ്റിനെയാണ് എന്ത് പറയുന്നത്? ഡൊമൈൻ. ഇത് കോഡൊമൈൻ. ഇവിടെ കോഡൊമൈൻ ക്യാപിറ്റൽ R.
എന്നാൽ റേഞ്ച് ക്യാപിറ്റൽ ആർ ആണോ? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒയ് വാല്യൂ എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ മുതൽ 2.9 ഏകദേശം അപ്രോക്സിമേറ്റ് വാല്യൂ 2.9 ടു ഇൻഫിനിറ്റി അല്ലെ. ഒയ് വാല്യൂ ഇത് മുതൽ അങ്ങ് മേളിലോട്ട് പോവുകയാണ്. ഈ ഫംഗ്ഷന്റെ ഒയ് വാല്യൂ വെയർ ടു വെയർ, ലോവർ ലിമിറ്റ് എന്നാണെന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് എക്സ്ട്രീം ഒക്കെ കൊടുത്ത് കാണാം, അതിൻ്റെ ആവശ്യമില്ല. എന്തായാലും 2.9 ക്ലോസ്ഡ് ഇന്റർവൽ അല്ലെങ്കിൽ ഓപ്പൺ ഇന്റർവൽ 2.9 ടു ഇൻഫിനിറ്റി. ഒരിക്കലും അത് നമ്മുടെ റിയൽ നമ്പർ ക്യാപിറ്റൽ ആറിന് ഈക്വൽ ആണോ? അല്ല. അപ്പോൾ കോഡൊമൈനും റേഞ്ചും ഈക്വൽ അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. അപ്പോൾ എന്താണ് റീസൺ? കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു റേഞ്ച് അങ്ങനെ എഴുതാം. അല്ല എങ്കിൽ മറ്റൊരു റീസൺ, ദ നമ്പർ 2 ഹാസ് നോ പ്രീ ഇമേജ്. നമ്പർ 2 എന്ന് പറയുന്നതിന് പ്രീ ഇമേജ് ഇല്ല. ഇവിടെ നോക്കിയൊക്കെ ഇത് മുതൽ ഇതുവരെയുള്ളൂ അല്ലേ. ഈ 2 എന്ന് പറയുന്ന നമ്പറിന് ഇപ്പുറത്ത് നമുക്ക് പ്രീ ഇമേജ് കാണാൻ സാധിക്കത്തില്ല. 3 എന്ന് പറയുന്ന നമ്പറിനും എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. അങ്ങനെയും എഴുതാം അല്ലേ. രണ്ടാമത്തെ സെറ്റിലെ എല്ലാത്തിനും ഇപ്പുറത്ത് എന്തുണ്ടായിരിക്കണം? പ്രീ ഇമേജ് ഉണ്ടെങ്കിലേ ഫംഗ്ഷൻ ഓൺ ടു ആവും. അങ്ങനെയും പ്രൂവ് ചെയ്യാം. കോഡൊമൈനും റേഞ്ചും ഈക്വൽ അല്ല എന്ന് പറഞ്ഞും നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഈ ഫംഗ്ഷൻ ഒന്നൊന്നുമല്ല, ഓൺ ടൂവും അല്ല. നെക്സ്റ്റ് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണ്? ചിലപ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ ആണ് ടിക്ക് ഇട്ടിട്ടുള്ളതെങ്കിൽ അതാണ് ആൻസർ ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫംഗ്ഷൻ എഡിറ്റ് ചെയ്യാം. ഫംഗ്ഷൻ എന്തായിരുന്നു? 3x³ 3x ഷിഫ്റ്റ് ക്യാപ്പ് 3x³ മൈനസ് 3x then +2 എൻ്റർ കൊടുത്തപ്പോൾ എനിക്ക് ഫംഗ്ഷൻ കിട്ടി അല്ലേ. നമ്മൾ ഒറ്റ പ്രോബ്ലം ആണെങ്കിൽ ഇവിടെ തന്നെ ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ എല്ലാം ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ എഡിറ്റ് ചെയ്ത് കൊടുത്തത്. ഈ ഫംഗ്ഷൻ 1 ആണോ? നിങ്ങൾക്കറിയാം, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ച് ഇവിടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. ഹൊറിസോണ്ടൽ ലൈൻ മീറ്റ്സ് ദ കർവ് അറ്റ് മോർ ദാൻ 1 point. Therefore the function is not 1 എന്ന് ഈസി ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, സോ അതിന്റെ ആൻസർ രേഖപ്പെടുത്തുന്നത് നോട്ട് 1 ഇവിടെ റീസൺ 2 ഹാസ് 3 പ്രീ ഇമേജസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയും എഴുതാം. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഉപയോഗിച്ച് എഴുതാം. നമ്പർ 2 ദാ ഇവിടെ ഒരു സംഭവം ഉണ്ട്, ദാ ഇവിടെ ഉണ്ട് അല്ലെ, അടുത്തത് ഇവിടെയുണ്ട്. അപ്പൊ 3 പോയിന്റിൽ കട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഫംഗ്ഷൻ എന്താണ്? നോട്ട് 1 ഇത് ഓൺ ടു ആണോ? നമുക്കറിയാം ഫംഗ്ഷൻ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക്. അപ്പൊ കോഡൊമൈൻ ക്യാപിറ്റൽ ആർ റിയൽ നമ്പർ ആണ്. ഇതിന്റെ റേഞ്ച് എന്താണ്? ഈ ഫംഗ്ഷന്റെ ഒയ് വാല്യൂ എവിടെ മുതൽ എവിടം വരെ? ഇതാക്കട ഒയ് വാല്യൂ താഴോട്ട് പോകുന്നു. -∞ മുതൽ അങ്ങ് +∞ വരെ. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ആർ ആണെന്ന് ഉറപ്പിക്കാം. ഈ ഫംഗ്ഷന്റെ റേഞ്ച് ക്യാപിറ്റൽ ആർ, കോഡൊമൈൻ ക്യാപിറ്റൽ ആർ. Therefore this function is on to. ഒരു ഫംഗ്ഷൻ ഓൺ ടു ആകണമെങ്കിൽ കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആയിരിക്കണം. ഇവിടെ രണ്ടും ഈക്വൽ ആണ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? 1 അല്ല, പക്ഷേ ഓൺ ടു ആണ്. ഓൺ ടു ആകാൻ റീസൺ കോഡൊമൈനും റേഞ്ചും എന്താണ്? ഈക്വൽ ആയി. ഇതുപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനും ചെക്ക് ചെയ്യാം. അതുകൂടെ ഒന്ന് ചെയ്ത് കാണിക്കാം. 2x³ + x + 1 2x³ + x + 1 ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 2x³ + 2x അല്ല, ജസ്റ്റ് x + 1 എൻ്റർ ചെയ്തപ്പോൾ ഫംഗ്ഷൻ ഇവിടെ ഈ ഫംഗ്ഷൻ 1 ആണോ? ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഒറ്റ പോയിന്റിൽ അല്ലെ, ഈ ഹോൾ പ്ലെയിനിൽ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ ഹൊറിസോണ്ടൽ ലൈൻ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ മനസ്സിൽ സങ്കല്പിക്കുക. അത് ഒറ്റ പോയിന്റിൽ മാത്രമേ കർവിൽ മീറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1 ഇത് ഓൺ ടു ആണോ? ഇതിന്റെ കോഡൊമൈൻ ക്യാപിറ്റൽ ആർ, റേഞ്ചും എന്ത് തന്നെയാണ്? -∞ മുതൽ +∞ വരെ ഒയ് വാല്യൂ. Therefore range is also capital R. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1 ഓൺ ടു ആണ്. റീസൺസ് നിങ്ങൾ എഴുതുക. Every y has only one pre-image. Therefore the function is 1 ഓൺ ടു എന്നുള്ളതിനും റീസൺ കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതാം. കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച്. Next, question number 2. Draw the graph of the function f from real number to real number. Consider only one function having tick mark. 3 ഫംഗ്ഷൻ ഉണ്ട്, ഏതെങ്കിലും ഒന്നായിരിക്കും ടിക്ക് ചെയ്തിട്ടുള്ളത്. Observe the graph and find its range. എന്നിട്ട് redefine the domain and codomain of the function to make it a bijection. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആകണമെങ്കിൽ അതെന്താകണം? 1 ആകണം, ഓൺ ടു ആകണം. 1 അല്ല എങ്കിൽ 1 ആക്കാൻ ഡൊമൈൻ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം.
ഓൺ ടു അല്ല എങ്കിൽ ഓൺ ടു ആക്കാൻ കോഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്ത് റേഞ്ചിന് ഈക്വൽ ആക്കുക. ഇതാണ് പ്രൊസീജിയർ. ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. സോ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ആ ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് ഈ ഫംഗ്ഷൻ കൊടുക്കാം. അല്ല എങ്കിൽ മറ്റൊരു എളുപ്പ വഴി ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് അവിടെ നമുക്ക് ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 1 - 4x 1 - 4x - 2x² -2x ഷിഫ്റ്റ് ക്യാപ്പ് 2. ഓക്കെ, എൻ്റർ കൊടുക്കുമ്പോൾ ഗ്രാഫ് കാണാം. ഈ ഫംഗ്ഷൻ ഒബ്സർവ് ചെയ്ത് ഇതിന്റെ റേഞ്ച് എഴുതുക. അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച്. എന്താണ് ഈ ഫംഗ്ഷന്റെ റേഞ്ച്? റേഞ്ച് എന്ന് പറഞ്ഞാൽ y വാല്യൂ. y വാല്യൂ എവിടെ മുതൽ എവിടെ വരെ? ഇനി താഴോട്ട് പോകുന്നുണ്ട് അല്ലേ? y വാല്യൂ ഇനി താഴോട്ട് പോകുന്നുണ്ട്. അതായത് -∞ മുതൽ ഏതുവരെ? ഈ പോയിന്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് y വാല്യൂ 3. അപ്പോൾ ഓപ്പൺ ഇന്റർവൽ -∞, ക്ലോസ്ഡ് ഇന്റർവൽ 3. 3യിൽ ഇവിടെ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ 3 which is the range of the function. So ആൻസർ എങ്ങനെ എഴുതും? രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ റേഞ്ച് എ പാർട്ട് ഓപ്പൺ ഇന്റർവൽ -∞, ക്ലോസ്ഡ് 3. നെക്സ്റ്റ്, ഈ ഫംഗ്ഷൻ 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്കറിയാം, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ ആ ലൈൻ ഈ കർവിനെ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ കട്ട് ചെയ്യുന്നു. Therefore this function is not 1. അപ്പൊ ഇത് 1 ആക്കാൻ ഇതിന്റെ ഡൊമൈൻ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. എവിടെയാണ് ഇതിന്റെ പ്രശ്നം? ഈ കർവ് ഇങ്ങനെ വന്ന് ഈ വളയുന്നത് കൊണ്ടാണ് പ്രശ്നം. വളഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ വളയുന്നത് എവിടെ വെച്ചാണ്? എക്സ് വാല്യൂ -1 ആകുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ഒന്നുകിൽ എക്സിന്റെ വാല്യൂ -1 ചെറുത് വരുന്നത് എടുക്കുക, അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 വരുന്നത് എടുക്കുക. ഒന്നുകിൽ ഈ റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ വാല്യൂ മാത്രം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ -1 ലെഫ്റ്റിലുള്ള വാല്യൂ സെലക്ട് ചെയ്യുക. അപ്പോൾ എക്സ് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. അതാണ് ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. അത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് ആരുടെ? ഫംഗ്ഷന്റെ. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് കോമ എന്ത് ചെയ്യുന്നു? എക്സ് വാല്യൂ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഏതെങ്കിലും ഒന്ന് എടുക്കുക. ഞാൻ എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 എടുക്കുന്നു. അപ്പൊ ലെഫ്റ്റ് സൈഡ് കളയുകയാണ്. ഓക്കെ, അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 എന്ന് കൊടുക്കുക. എൻ്റർ കൊടുക്കുക. കണ്ടോ, എൻ്റർ കൊടുത്തപ്പോൾ ആ എഫ് അങ്ങ് ഹൈഡ് ചെയ്യൂ. അപ്പോൾ എനിക്ക് പുതിയ ഫംഗ്ഷൻ കിട്ടി. അതായത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 ആകുമ്പോൾ ഫംഗ്ഷൻ ഇങ്ങനെ കിട്ടി. അതായത് ഡൊമൈൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവൽ -1, എന്ന് റെസ്ട്രിക്ട് ചെയ്തപ്പോൾ ഈ ഫംഗ്ഷൻ 1 എന്ന് കിട്ടി. അതാ നോക്കിക്കോ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1. അപ്പൊ ഈ ഫംഗ്ഷൻ 1 ആക്കാൻ ഡൊമൈൻ എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്തു? ഡൊമൈൻ റെസ്ട്രിക്റ്റഡ് ടു ക്ലോസ്ഡ് ഇന്റർവൽ -1, -1 മുതൽ ഇൻഫിനിറ്റി വരെ ചെയ്തു. അതേപോലെ തിരിച്ചും ചെയ്യാം കേട്ടോ, ഏതെങ്കിലും ഒന്ന് നോക്കിയാൽ മതി. ഇനി ഇത് നമുക്ക് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇത് ഓൺ ടു ആണോ? അല്ല. കാരണം കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആ. എന്നാൽ റേഞ്ച് ക്യാപിറ്റൽ ആണോ? അല്ല. റേഞ്ച് എന്താണ്? y വാല്യൂ ഏത് മുതൽ ഏത് വരെ? 3 മുതൽ അങ്ങ് താഴോട്ട്. അതായത് -∞ മുതൽ 3 വരെ. ഓപ്പൺ ഇന്റർവൽ -∞, ക്ലോസ്ഡ് ഇന്റർവൽ 3. അതാണ് റേഞ്ച്. അപ്പോൾ ഇത് ഓൺ ടു ആക്കണമെങ്കിൽ ഈ ഫംഗ്ഷന്റെ കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് ആക്കിയാൽ മതി. കോഡൊമൈൻ ഇപ്പൊ ക്യാപിറ്റൽ ആണ്, അത് റെസ്ട്രിക്റ്റ് ചെയ്ത് റേഞ്ചിന് തുല്യമാക്കുക. ദാറ്റ് ഈസ് ഓപ്പൺ ഇന്റർവൽ -∞, ക്ലോസ്ഡ് ഇന്റർവൽ 3 റേഞ്ച് ആകുമ്പോൾ ഈ ഫംഗ്ഷൻ കോഡൊമൈൻ ആകുമ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ആണെന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഓൺ ടു ആകാൻ എന്ത് ചെയ്യണം? കോഡൊമൈൻ ഈക്വൽ ടു ഓപ്പൺ ഇന്റർവൽ -∞, 3 ആയി റെസ്ട്രിക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഫംഗ്ഷൻ 1 ആയി, ഓൺ ടു ആയി. ഇനി അവസാനം അതിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രാഫ് സ്കെച്ച് ചെയ്യാൻ. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഇഫ് ഇൻ ദ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ. അത് ഞാനിപ്പോൾ വരച്ചു കഴിഞ്ഞു. കമാൻഡ് F, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 അല്ല -1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ -1 ആയിരുന്നു കേട്ടോ. അത് അവിടെ കമാൻഡ് എഴുതി കൊടുത്താൽ മതി. സോ അപ്പോൾ ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് അല്ലെങ്കിൽ ബൈജക്ഷൻ എന്ന് പറയണമെങ്കിൽ അത് 1 ആക്കണം, ഓൺ ടു ആക്കണം. 1 അല്ല എങ്കിൽ 1 ആക്കാൻ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യണം. ഓൺ ടു അല്ല എങ്കിൽ ഓൺ ടു ആക്കാൻ കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആക്കിയാൽ മതി. അതായത് കോഡൊമൈൻ റേഞ്ചിന് ഈക്വൽ ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ട പ്രൊസീജിയർ. ഇതിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യനും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതും ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. ഫംഗ്ഷൻ എന്താണ്? 2 +
4x മൈനസ് എക്സ് സ്ക്വയർ. വീണ്ടും നേരത്തതുപോലെ ഞാൻ ഈ ജി ഒന്ന് ഹൈഡ് ചെയ്യുന്നു. ഫംഗ്ഷൻ എഫ് ലൈവാക്കി ഡബിൾ ക്ലിക്ക് ചെയ്ത് ആ പുതിയ ഫംഗ്ഷൻ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 2 + 4x 2 + 4x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഷിഫ്റ്റ് ക്യാപ്പ് 2 ദെൻ എൻ്റർ കൊടുക്കുമ്പോൾ പുതിയ ഫംഗ്ഷൻ കിട്ടി. ഈ ഫംഗ്ഷനും എന്തല്ല 1 അല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ബോധ്യപ്പെടും. വീണ്ടും നേരത്തതുപോലെ ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റേഞ്ച്. നമുക്ക് രണ്ടാമത്തെ ഫംഗ്ഷനാണ് ടിക്ക് ഇട്ടിട്ടുള്ളതെങ്കിൽ അതാണല്ലോ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫംഗ്ഷന്റെ ഡൊമൈനും റേഞ്ചും കണ്ടെത്തുക. സോ ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്താണ്? റേഞ്ച് എന്താണ് നിങ്ങൾക്കറിയാം. y വാല്യൂ 6 മുതൽ താഴോട്ട്. അപ്പോൾ ഓപ്പൺ ഇന്റർവൽ -∞, ക്ലോസ്ഡ് 6 നേരത്തെ ചെയ്തതുപോലെ. അപ്പോൾ ഇത് എന്താണ്? റേഞ്ച് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് 1 ആണോ? 1 അല്ല, ഒന്നിൽ കൂടുതൽ പോയിന്റ് മീറ്റ് ചെയ്യുന്നു. എവിടെ വെച്ചാണ് പ്രശ്നം? എക്സ് വാല്യൂ 2 ആകുമ്പോൾ 2 സ്വഭാവം, ലെഫ്റ്റിലോട്ട് മാറുന്നു, റൈറ്റിലോട്ട് മാറുന്നു. അപ്പോൾ ഏതെങ്കിലും ഒന്ന് റെസ്ട്രിക്ട് ചെയ്യുക. ഒന്നുകിൽ എക്സിന്റെ വാല്യൂ <2 എന്ന് റെസ്ട്രിക്ട് ചെയ്യുക, എങ്കിൽ ഈ ലെഫ്റ്റ് സൈഡ് മാത്രം കിട്ടും. അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ <2 എന്ന് റെസ്ട്രിക്ട് ചെയ്യാം. ഞാൻ നേരത്തെ ചെയ്തതുപോലെ <2 എന്ന് റെസ്ട്രിക്ട് ചെയ്യാം. എന്താണ്? എഫ് കോമ, ഫംഗ്ഷന്റെ പേര് എഫ് ആണല്ലോ, എഫ് കോമ എക്സ് >2 എൻ്റർ ചെയ്തപ്പോൾ ഇത് കിട്ടി. നേരത്തെ ചെയ്തതുപോലെ എഫ് ഒന്ന് ഹൈഡ് ചെയ്യുക. ഇപ്പോൾ ഈ ഫംഗ്ഷൻ 1 ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലെ. ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഒരൊറ്റ പോയിന്റിൽ മാത്രം കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഫംഗ്ഷന്റെ ഡൊമൈൻ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്തു? ക്ലോസ്ഡ് ഇന്റർവൽ 2, എക്സ് വാല്യൂ 2 മുതൽ ∞ വരെ അങ്ങനെ റെസ്ട്രിക്ട് ചെയ്തു. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് എന്താണ്? ഡൊമൈൻ ക്ലോസ്ഡ് ഇന്റർവൽ 2, അതിന്റെ റേഞ്ച് ഓപ്പൺ ഇന്റർവൽ -∞, 6 ആണ്. അപ്പൊ ഇത് 1 to ആക്കാൻ കോഡൊമൈൻ എന്താക്കിയാൽ മതി? ഈ റേഞ്ചിന് തുല്യമാക്കിയാൽ മതി. കോഡൊമൈൻ ഓപ്പൺ ഇന്റർവൽ -∞, 6 റെസ്ട്രിക്ട് ചെയ്താൽ നമുക്ക് ആ ഫംഗ്ഷൻ 1 ആണ് 1 ആണെന്ന് കിട്ടി. അതുകൊണ്ട് അത് ബൈജക്റ്റീവ് ആണെന്ന് കിട്ടി. ഇനി അതിന്റെ ഗ്രാഫ് സ്കെച്ച് ചെയ്യാൻ ഇപ്പൊ പറഞ്ഞതുപോലെ കമാൻഡ് കൊടുക്കുക. അപ്പോൾ കിട്ടിയ ഗ്രാഫ് ജസ്റ്റ് റഫായിട്ട് വേണമെങ്കിൽ ആൻസർ ഷീറ്റിൽ നിങ്ങൾക്ക് സ്കെച്ച് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തേർഡ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഏതാണോ ടിക്കറ്റുള്ളത് അത് ചെയ്യുക. 3ഉം ഒരേ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 3. കൺസിഡർ ഓൺലി 1 ഫംഗ്ഷൻ ഹാവിംഗ് ടിക്ക് മാർക്ക്. 3 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒന്ന് ടിക്കറ്റിട്ടുണ്ടായിരിക്കും, അത് മാത്രം ആൻസർ ചെയ്യുക. നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. 2 sec 2x. ഫസ്റ്റ് പാർട്ട്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് എബോവ് ഫംഗ്ഷൻ, observe the graph and find its range. At the same time ഇതൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എക്സ് ആക്സിസിന്റെ യൂണിറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ട സ്റ്റെപ്സുകൾ വിശദമായി ക്വസ്റ്റ്യൻ പേപ്പറിൽ നൽകിയിട്ടുണ്ട്. അതും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. സോ ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ്? 2 sec 2x. ജിയോജിബ്ര വിൻഡോ പുതുതായി ഒന്ന് ഓപ്പൺ ചെയ്യുക. ആ ഫംഗ്ഷൻ ഇൻപുട്ട് ബാറിൽ കൊടുക്കുക. 2 sec ബ്രാക്കറ്റിനകത്ത് 2x, ദെൻ എൻ്റർ ചെയ്യുമ്പോൾ ഗ്രാഫ് നമുക്ക് ഒബ്സർവ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഇനിഷ്യൽ സെറ്റിംഗ്സിൽ ചില മാറ്റങ്ങൾ വരുത്തി ഈ എക്സ് ആക്സിന്റെ യൂണിറ്റ് π/4 മാറ്റണം. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാഫിക്സ് വ്യൂ എടുക്കുക. ഓക്കെ, ഗ്രാഫിക്സ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ എക്സ് ആക്സിസ് ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. എക്സ് ആക്സിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ഡിസ്റ്റൻസ് ഇവിടെ എഡിറ്റ് ചെയ്ത് π/4 ആക്കുക. ഓക്കെ, ഇവിടെ π/4 മാറ്റണം അല്ലെ. ഇപ്പൊ π/2 ആണ്, സ്ലാഷ് കൊടുത്ത് π/4 കൊടുക്കുക, എൻ്റർ കൊടുക്കുക. എക്സ് ആക്സിന്റെ യൂണിറ്റ് ഇൻ ടേംസ് ഓഫ് π/4 കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇതാണ് ആദ്യം ചെയ്യാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഈ ഫംഗ്ഷന്റെ റേഞ്ച് കണ്ടെത്തണം. എന്താണ് റേഞ്ച്? റേഞ്ച് എന്ന് പറഞ്ഞാൽ y വാല്യൂ. ഈ ഫംഗ്ഷന്റെ y വാല്യൂ എവിടെ മുതൽ എവിടം വരെയാണ്? ഇനി താഴെ മുതൽ ഇതുവരെ ഉണ്ട്, വീണ്ടും ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ട്, വീണ്ടും 2 മുതൽ മേലോട്ടുണ്ട്. അതായത് -∞ മുതൽ -2 വരെയും ദെൻ +2 മുതൽ ∞ വരെയും. അപ്പോൾ എങ്ങനെ എഴുതാം? ഓപ്പൺ ഇന്റർവൽ -∞, ക്ലോസ്ഡ് ഇന്റർവൽ -2 യൂണിയൻ ക്ലോസ്ഡ് ഇന്റർവൽ 2, അങ്ങനെ ഇന്റർവൽ ഭാഷയിൽ എഴുതാം. അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ട് മൊത്തത്തിൽ എഴുതുക. ക്യാപിറ്റൽ R മൈനസ് ഓപ്പൺ ഇന്റർവൽ -2, -2 +2 ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ് നമ്മുടെ റേഞ്ചിനകത്ത് വരുന്നില്ല. അപ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സും എക്സെപ്റ്റ് ഓപ്പൺ ഇന്റർവൽ -2, അതെങ്ങനെ ആൻസർ ഷീറ്റിൽ രേഖപ്പെടുത്തും? ക്വസ്റ്റ്യൻ നമ്പർ 3 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ കൺസിഡർ ചെയ്തത്. 2 sec 2x. അതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും സിമ്പിൾ. ക്യാപിറ്റൽ R മൈനസ് ഓപ്പൺ
ഇന്റർവൽ -2,2 എല്ലാ റിയൽ നമ്പേഴ്സും കൺസിഡർ ചെയ്യുക എക്സെപ്റ്റ് എന്താണ് ഓപ്പൺ ഇന്റർവൽ -2,2 -2നും +2നും ഇടയ്ക്കുള്ള വാല്യൂസ് റേഞ്ചിൽ വരുന്നില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് എഴുതാം. രണ്ട് രീതിയിൽ എഴുതാം, ഒരു രീതിയിൽ സൂചിപ്പിച്ചു. നെക്സ്റ്റ്, ഇത് ഒരു ബൈജക്ഷൻ ആണോ, ബൈജക്റ്റീവ് ആണോ? ഇത് 1 1 അല്ല. ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ കട്ട് ചെയ്യുന്നു, അതുകൊണ്ട് 1 1 അല്ല. അപ്പൊ ഇത് 1 1 ആക്കണം. അതിനുവേണ്ടി ഡൊമൈൻ റീഡിഫൈൻ ചെയ്യണം. അതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റീഡിഫൈൻ ദ ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ ടു മേക്ക് ഇറ്റ് എ ബൈജക്ഷൻ. ഇത് ബൈജക്ഷൻ ആക്കാൻ ആദ്യം ഇത് 1 1 ആക്കണം. അപ്പൊ ഇത് 1 1 ആക്കാൻ വേണ്ടി ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ വെച്ച് ഈ വളയുന്നതാണല്ലോ പ്രശ്നം. ഒത്തിരി വളവുകളുണ്ട്, ഏതെങ്കിലും ഒരു വളവ് കൺസിഡർ ചെയ്യാം. ഇവിടെ വളയുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ 0. ഇത് ഇങ്ങനെ മേളിലോട്ട് പോയിട്ട് വീണ്ടും താഴോട്ട് വന്നിട്ട് അടുത്ത് വളയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു റേഞ്ച് നമുക്ക് എടുക്കാം. എന്താണ്? 0 മുതൽ π/2 വരെ. ക്ലോസ്ഡ് ഇന്റർവൽ 0,π/2 ഡൊമൈൻ ആയിട്ട് റെസ്ട്രിക്ട് ചെയ്താൽ നമുക്ക് ഈ സംഗതി മേളിലോട്ടുള്ള സംഗതിയും ഇതിനിപ്പുറത്തുള്ള ഈ താഴോട്ടുള്ള സംഗതിയും കിട്ടും. അത് 1 1 ആയിരിക്കും. പക്ഷേ മറ്റൊരു പ്രശ്നമുണ്ട്, ഈ π/4ന് നമുക്ക് ഇവിടെ ഇമേജ് ഇല്ല. അതുകൊണ്ട് ഡൊമൈൻ നമുക്ക് ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാം. ക്ലോസ്ഡ് ഇന്റർവൽ 0,π/2 മൈനസ് സെറ്റ് π/4. പിടികിട്ടിയായിരുന്നു? ഡൊമൈൻ എങ്ങനെ എഴുതാം? ക്ലോസ്ഡ് ഇന്റർവൽ 0,π/2 മൈനസ് സെറ്റ് π/4 എന്ന് റെസ്ട്രിക്ട് ചെയ്യണം. ഓക്കെ, അത് നമുക്കൊന്ന് സ്കെച്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? എഫ്. അപ്പൊ എഫ് എന്ന് കൊടുക്കുക. ദെൻ കോമ, നമ്മുടെ ഇന്റർവൽ എന്തായിരുന്നു? ഈ ഒരു സംഗതിയാണ് ക്ലോസ്ഡ് ഇന്റർവൽ 0,π/2. അതിന്റെ ഡെഫിനിഷൻ എന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. എങ്ങനെയാ പൈ ടൈപ്പ് ചെയ്യുന്നത്? നമ്മുടെ ഇൻപുട്ട് ബാറിൽ ഇങ്ങേറ്റത്തിൽ ആൽഫ കീ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക, പൈ വന്നു, ദെൻ /2 കൊടുക്കുക. ദെൻ എന്റർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കാണാം. ആ എഫ് ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുത്തേരെ. ഓക്കെ, വിച്ച് ഈസ് ദ ഫംഗ്ഷൻ. ഡൊമൈൻ റെസ്ട്രിക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഫംഗ്ഷൻ ഇങ്ങനെയാണ്. ഇപ്പൊ നോക്കി നോക്ക്, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. സോ നൗ ദിസ് ഫംഗ്ഷൻ ഈസ് 1 1. അപ്പൊ ഡൊമൈൻ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്തു? ക്ലോസ്ഡ് ഇന്റർവൽ 0,π/2 മൈനസ് സെറ്റ് ഈ π/4. ഈ π/4ൽ ഇമേജ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ്, ഇത് 1 2 ആണോ? അല്ല. കാരണം ഇതിന്റെ കോഡൊമൈൻ ക്യാപിറ്റൽ R എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ കോഡൊമൈൻ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യണം? റേഞ്ചിന് ഈക്വൽ ആക്കണം. റേഞ്ച് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, R മൈനസ് ഓപ്പൺ ഇന്റർവൽ -2,2. സോ കോഡൊമൈൻ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യണം? റേഞ്ചിന് തുല്യമാക്കണം. R മൈനസ് ഓപ്പൺ ഇന്റർവൽ -2,2. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനുള്ള 3 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാം. 3 cosec 2x. അതുകൂടെ ഒന്ന് ചെയ്ത് കാണിക്കാം. 3 cosec 2x. ഇവിടെ ഒന്ന് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഫംഗ്ഷൻ എഡിറ്റ് ചെയ്യാം. 3 എന്താണ് വേണ്ടത്? കൊസീക്ക് അല്ലെ? 3 cosec ഒരു കോ കൊടുത്താൽ മതിയാകും. ഓക്കെ, 3 cosec 2x. ദെൻ എന്റർ കൊടുക്കുക. ഞാൻ നേരത്തെ ഇത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, ഇത് ഹൈഡ് ചെയ്യാം. നൗ ജി ഹൈഡ് ചെയ്യാം. ഓക്കെ, വിച്ച് ഈസ് ദ ഫംഗ്ഷൻ 3 cosec 2x. ആദ്യത്തെ കേസ് എന്താണ്? ഇതിന്റെ റേഞ്ച് എഴുതുക. എന്താണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ? 3 cosec 2x അല്ലെ? അപ്പോ റേഞ്ച് എന്താണ്? R മൈനസ് ഓപ്പൺ ഇന്റർവൽ എന്ത് വരും? -3 മുതൽ +3 വരെയുള്ള ഇടയ്ക്കുള്ള റിയൽ നമ്പറിന് ഇമേജ് ഇല്ല. അപ്പൊ ക്യാപിറ്റൽ R മൈനസ് ഓപ്പൺ ഇന്റർവൽ -3,3. -3ക്കും +3ക്കും ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സിന് ഇമേജ് ഇല്ല. സോ ഇതിന്റെ നമ്മൾ റേഞ്ച് എഴുതുമ്പോൾ എന്ത് എഴുതണം? ക്യാപിറ്റൽ R മൈനസ് ഓപ്പൺ ഇന്റർവൽ -3,3. നൗ ഈ ഫംഗ്ഷൻ ബൈജക്ഷൻ ആണോ? ബൈജക്ഷൻ അല്ല. അപ്പൊ ബൈജക്ഷൻ ആക്കണമെങ്കിൽ 1 1 ആക്കണം. 1 1 ആക്കണമെങ്കിൽ ഡൊമൈൻ റെസ്ട്രിക്ട് ചെയ്യണം. ഒരുപാട് വളവുകളുണ്ട്, ഏതെങ്കിലും ഒരു വളവ് കൺസിഡർ ചെയ്യാം. ഞാൻ ഇവിടെ എടുക്കുന്നത് കണ്ടോ, ഇവിടെ വെച്ചല്ലേ വളയുന്നേ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ -π/4. ഇതിങ്ങനെ താഴെ വന്ന് അടുത്ത് മേളിൽ പോയിട്ട് അടുത്ത് വളയുന്നത് ഇവിടെയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് +π/4. അപ്പോൾ ഡൊമൈൻ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യണം? -π/4നും +π/4നും ഇടയ്ക്ക്. എന്താണ്? -π/4നും +π/4നും ഇടയ്ക്ക് റെസ്ട്രിക്ട് ചെയ്യുക. എക്സെപ്റ്റ് ഒരു വാല്യൂയിൽ ഇമേജ് ഇല്ല. ഏത്? 0യിൽ നോക്കിയൊക്കെ മേളിൽ ഇമേജ് ഉണ്ടോ? ഇല്ല. താഴോട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഡൊമൈൻ എങ്ങനെ എഴുതാം? ക്ലോസ് കണ്ടപ്ലീറ്റ് ചെയ്ത ഇവിടത്തെ വളവ് അതിങ്ങനെ താഴെ വന്ന് അടുത്ത് മുകളിൽ പോയിട്ട് അടുത്ത് ഇവിടെ വെച്ചാണ് വളയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് +π/4 -π/4 ആണ്. ഡൊമൈൻ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ -π/4, +π/4.
എന്താണ് ഡൊമൈൻ ക്ലോസ്ഡ് ഇന്റർവൽ -π/4, +π/4 മൈനസ് സെറ്റ് 0, 0യിൽ ഇമേജ് ഇല്ലാത്തത് കൊണ്ട് അതുകൂടെ സൂചിപ്പിക്കുക. അപ്പോൾ 1 1 ആകും. 1 2 ആകാൻ കോഡൊമൈൻ എന്തിന് ഈക്വൽ ആക്കണം? റേഞ്ചിന് ഈക്വൽ ആക്കുക. ഇനി ഗ്രാഫ് സ്കെച്ച് ചെയ്യണം. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താഴെ ഫംഗ്ഷന്റെ പേരെന്തായിരുന്നു? എഫ്. ഇൻപുട്ട് ബാറിലാണ് കൊടുക്കേണ്ടത് കേട്ടോ. എഫ് കോമ എന്തായിരുന്നു? -π/4 അല്ലെ? -π/4 ആൽഫ കീയിൽ പൈ എടുക്കുക /4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു അഗൈൻ എന്താണ്? π/4 π/4 then എൻ്റർ കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള റീജിയൻ കിട്ടിക്കഴിഞ്ഞ് എഫ് ഹൈഡ് ചെയ്തു. സോ നോക്കിക്കോ, ഇങ്ങനെ വന്ന് താഴെ പോയിട്ട് വീണ്ടും എന്താണ് മേളിൽ പോയിട്ട് താഴോട്ട് ഇവിടെ വരെ വന്നു. അപ്പൊ ഇനിയിപ്പോ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ നോ പ്രോബ്ലം. ഈ ഫംഗ്ഷൻ എന്താണ്? 1 1 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് തേർഡ് പാർട്ട്, ഗ്രാഫ് സ്കെച്ച് ചെയ്യുക. സിമിലർലി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനും ഇതേപോലെ ചെയ്യാം. 2 cosec 2x നിങ്ങൾ അത് ചെയ്ത് നോക്കുക. അതിന്റെ ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ആൻസറിന്റെ കീ ഞാൻ അതിന്റെ ലിങ്ക്, ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. നിങ്ങളത് നോക്കുക. സോ കുറച്ച് കാര്യങ്ങൾ തിയറിറ്റിക്കലായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ലാബ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. തീർച്ചയായും നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതിന്റെ ആശയങ്ങൾ പഠിച്ചിട്ടുണ്ട് തിയറിറ്റിക്കലി. അതിന്റെ ജോമെട്രിക്കൽ ഐഡിയ ജിയോജിബ്രയുടെ സഹായത്തോടു കൂടി ലാബിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഭംഗിയായിട്ട് എക്സാമിനേഷന് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു ലാബിന്റെ ആൻസർ കീയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.